എറണാകുളം തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി മിഷിർ അഹമ്മദിനെ സ്ഥിരം പ്രശ്നക്കാരനായി ചിത്രീകരിച്ച് സ്കൂളിന്റെ വാർത്താക്കുറിപ്പ്. എന്നാൽ മിഷിറിനെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്നും മാതാപിതാക്കൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് TC വാങ്ങിയതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ KSU കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സഹപാഠികളായ വിദ്യാർത്ഥികളെ വെള്ളപൂശിക്കൊണ്ട് മിഹിർ പ്രശ്നക്കാരനാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഗ്ലോബൽ സ്കൂളിന്റെ വാർത്താക്കുറിപ്പ്. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചില്ല. അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കില്ലെന്നുമാണ് ഗ്ലോബൽ സ്കൂളിന്റെ വിശദീകരണം. സ്വന്തം ഇഷ്ടപ്രകാരമാണ് നേരത്തെ പഠിച്ച സ്കൂളിൽ നിന്ന് TC വാങ്ങിയതെന്ന് മാതൃ സഹോദരൻ 24നോട്. TC നമ്മൾ പേരൻസിന്റെ ഇഷ്ടത്തിന് വാങ്ങിയത്, അതായത് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ് ആ TC നമുക്ക് തന്നത്. അവര് നമ്മളോട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഗ്ലോബൽ സ്കൂളിന് NOC ഇല്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുള്ളതെന്നും റിപ്പോർട്ടിന് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി V ശിവൻകുട്ടി. അവർക്ക് NOC ഇതുവരെയും ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പീഡന വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കുട്ടിയുടെ മാതാവ് തെളിവായി നൽകിയിരുന്നു. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. 24 കൊച്ചി.